ശ്രീ ബി എൻ ഹസ്കർ, അതുതന്നെയല്ലേ വസ്തുത? ഇവിടെ ഗവർണറെ എതിർക്കുക എന്നുള്ള ഒരൊറ്റ ലക്ഷ്യം, അതിൻ്റെ ഒരു കൃത്യമായ ആസൂത്രണത്തിന്റെ ഫലമായിട്ടല്ലേ ഇത്തരത്തിലൊരു പ്രവൃത്തി നടന്നത്? അതുമാത്രമല്ല, താങ്കൾ നേരത്തെ പറയുകയുണ്ടായി ഇവിടെ രജിസ്ട്രാറുടെ അധികാരമാണ് എന്നുള്ളത്. അദ്ദേഹം സെനറ്റ് അംഗം തന്നെ കൃത്യമായി വിശദീകരിക്കുന്നുണ്ട് രജിസ്ട്രാർക്ക് ഏതൊക്കെ സമയത്ത് ഏതൊക്കെ അധികാര പരിധിയാണ് ഉള്ളത് എന്നുള്ളത്. അപ്പോൾ അതെല്ലാം ലംഘിച്ചുകൊണ്ട് ഗുരുതരമായ ചട്ടലംഘനം എന്നാണ് വി സിയുടെ റിപ്പോർട്ടിൽ പറയുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് സസ്പെൻഷൻ എന്നുള്ളത്. അതുമാത്രമല്ല, വി സി ഈ റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് മുൻപ് തന്നെ രജിസ്ട്രാർക്കെതിരെ നടപടി സ്വീകരിക്കാമോ എന്നുള്ളത് രാജ്ഭവൻ നിയമോപദേശം തേടിയ കാര്യം കൂടിയാണ്. അപ്പോൾ ഇത് ഏത് തരത്തിലുള്ള നടപടി വന്നാലും ബാധകമല്ല. ഏതെങ്കിലും ഭരണകൂടത്തിൻ്റെയോ അല്ലെങ്കിൽ രാഷ്ട്രീയ സമ്മർദ്ദത്തിനോ വഴങ്ങിക്കൊടുക്കുന്ന ഒരു രജിസ്ട്രാറെ അല്ലേ അവിടെ കാണാൻ കഴിഞ്ഞത്? രോഹിണി, ഇതിൽ എനിക്ക് മറ്റൊരു അഭിപ്രായമാണ് ഉള്ളത്. കേരള സർവകലാശാല ആക്ടിന്റെ 12 സെക്ഷൻ പ്രകാരമാണ് രജിസ്ട്രാറുടെ അധികാര പരിധി നിശ്ചയിച്ചിട്ടുള്ളത്. എക്സിക്യൂട്ടീവ് ഹെഡ് എന്ന നിലയിൽ അദ്ദേഹത്തിന് ഉള്ള അധികാരമാണ് അദ്ദേഹത്തിന്റെ സ്ഥാപനങ്ങളുടെ നിയന്ത്രണങ്ങളും അതിന്റെ ഡേ ടു ഡേ അഫയേഴ്സിൽ ഇടപെടുകയും എന്നുള്ളത്. സ്വാഭാവികമായും ശ്രീ പത്മനാഭസ്വാമി സേവാ സമിതി ഒരു സെനറ്റ് ഹാൾ വാടകയ്ക്ക് എടുക്കുന്നു. ആ സെനറ്റ് ഹാളിൽ ഒരു ചിത്രം വെച്ച് ആരാധന നടത്തുന്നു. മതപരമായ ചിഹ്നങ്ങളൊന്നും ഉപയോഗിക്കാൻ പാടില്ലെന്ന് എഴുതി ഒപ്പിട്ട് നൽകിയതിനു ശേഷം അങ്ങനെ ചെയ്യുന്ന ഒരു ഘട്ടത്തിൽ അതിനെയാണ് രജിസ്ട്രാർ അത് ചെയ്യാൻ പാടില്ല, അത് നിയമവിരുദ്ധമാണ്, നിങ്ങൾ ഒപ്പിട്ടു തന്ന വ്യവസ്ഥകൾക്ക് വിരുദ്ധമായിട്ടാണ് അത്തരം പ്രവൃത്തി നടക്കുന്നത്, അതുകൊണ്ട് അനുമതി നൽകിയിട്ടുള്ള സെനറ്റ് ഹാളിന് അനുമതി നിഷേധിക്കുന്നു എന്നുള്ളതാണ്. ആ വിവരം ചാൻസലർ എന്ന നിലയിലോ അല്ലെങ്കിൽ ഗവർണർ എന്ന നിലയിലോ ഗവർണറെ അറിയിക്കുക മാത്രമാണ് രജിസ്ട്രാർ ചെയ്തിട്ടുള്ളത്. അതിലൊരു അഭംഗിയും ഇക്കാര്യത്തിലില്ല. കാരണം അദ്ദേഹം ഭരണഘടനാ തലവൻ എന്ന നിലയിൽ അദ്ദേഹം പങ്കെടുക്കേണ്ട വേദിയുടെ അനുമതി നിഷേധിക്കപ്പെടുമ്പോൾ അദ്ദേഹത്തെ ആ വേദിയിലെത്തി അപമാനിക്കുന്നതിന് കഴിയാതിരിക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ സതുദ്ദേശപരമായിട്ടുള്ള ഒരു തീരുമാനമാണ് രജിസ്ട്രാർ എടുത്തിട്ടുള്ളത്. അല്ലാതെ ആ സമയത്ത് വൈസ് ചാൻസലറോട് ആലോചിച്ചില്ല അല്ലെങ്കിൽ പ്രോ വൈസ് ചാൻസലറോട് ആലോചിച്ചില്ല എന്നുള്ളതല്ല, അല്ലെങ്കിൽ അടിയന്തരമായി സിൻഡിക്കേറ്റ് കൂടിയില്ല എന്നുള്ളതൊന്നും അല്ല. രജിസ്ട്രാറിന്റെ ഉത്തരവാദിത്വമാണ്. ഇപ്പൊ ഒരു കോളേജ്, ഏതെങ്കിലും ഒരു അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള കോളേജിൽ, കേരള യൂണിവേഴ്സിറ്റിയിൽ അഫിലിയേറ്റ് ഉള്ള ഏതെങ്കിലും ഒരു കോളേജിൽ ഏതെങ്കിലും മതസംഘടനകളുടെ പരിപാടിക്ക് വേണ്ടി വിട്ടുകൊടുക്കാൻ പാടില്ല, നിയമപരമായി പറ്റില്ല. അപ്പൊ നിയമപരമായി ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളിടത്താണ് ഇവിടുത്തെ പ്രശ്നം. അതാണ് രജിസ്ട്രാർ ചെയ്തിട്ടുള്ളത്. ഇപ്പൊ രജിസ്ട്രാർ നിയമപരമായി മുന്നോട്ട് നീങ്ങണമെന്ന് ആഗ്രഹിക്കുന്ന രജിസ്ട്രാർ, അത് തന്നെയാണ് നേരത്തെ സിൻഡിക്കേറ്റ് അംഗം കൂടി പറഞ്ഞത്. എന്തുകൊണ്ട് വൈസ് ചാൻസലറെ അറിയിക്കുന്നില്ല? വൈസ് ചാൻസലറിനെയും കടന്ന് നേരെ ചാൻസലറിന് അവസാന നിമിഷം രാജ്ഭവനാണ് ഇമെയിൽ സന്ദേശം അയക്കുന്നത്. അപ്പോഴേക്കും സെക്യൂരിറ്റി ചെക്കിംഗ് അടക്കമുള്ള കാര്യങ്ങളെല്ലാം കഴിഞ്ഞിരുന്നു. അപ്പോൾ താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ ആ അവസരത്തിൽ ശരിക്കും പറഞ്ഞാൽ ഗവർണറെ അപമാനിക്കുക എന്നുള്ളത് തന്നെയല്ലായിരുന്നോ ലക്ഷ്യം? അങ്ങനെയല്ല രോഹിണി, ഇതിൽ കാണേണ്ടത് ഗവർണർ ഭരണഘടനാ തലവൻ എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ ഔദ്യോഗിക കൃത്യനിർവഹണം ഭംഗിയായി നിർവഹിക്കുന്നിടത്തോളം കാലം ഗവർണറെ അംഗീകരിക്കുന്നതിന് വളരെ കൃത്യമായി ഏതൊരു സംസ്ഥാനത്തിന് ഉത്തരവാദിത്തമുണ്ട്. ഇതേ ഗവർണറുടെ അധികാര പരിധിയെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി അടുത്ത കാലത്താണല്ലോ ഉത്തരവുകൾ പറയുന്നത്. എന്താണ് ഗവർണർ ചെയ്യേണ്ടതെന്നും എന്തായിരിക്കണം ഗവർണറുടെ അധികാര പരിധിയെന്നും. അദ്ദേഹം സൂപ്പർ ലെജിസ്ലേച്ചറായി ശ്രമിക്കുമ്പോഴാണ് ഇത്തരം അപകടങ്ങളും ഇത്തരം അപവാദങ്ങളും അദ്ദേഹത്തിനെ അപമാനിച്ചു എന്ന് തോന്നലും ഉണ്ടാക്കുന്നത്. ഗവർണർ എന്ന് പറയുന്ന പദവിയെ സംബന്ധിച്ചു പോലും നാളെ പൊതുമണ്ഡലത്തിൽ പുതിയ ചർച്ച വരണമെന്നുള്ള അഭിപ്രായം. ശ്രീ പത്മനാഭ സേവാ സമിതിയുടെ പരിപാടി ഒരു സ്വകാര്യ ചടങ്ങായിരുന്നു ശ്രീ ഹസൻ. ആ സ്വകാര്യ ചടങ്ങ് കേരള സർവകലാശാലയുടെ സെനറ്റ് ഹാളിൽ നടത്തുമ്പോൾ സെനറ്റ് ഹാളിൽ ബോധപൂർവം നടത്തിയതല്ല, പറഞ്ഞ തുക അടച്ച് നേരത്തെ മുൻകൂർ അനുമതി വാങ്ങി അങ്ങനെയാണ് നടത്തുന്നത്. അല്ലാതെ ചാൻസലർ അധികാര ദുർവിനിയോഗം നടത്തിയില്ല. ഗവർണർ പറയുന്നില്ല നിങ്ങൾ സെനറ്റ് ഹാളിൽ നടത്തൂ, ഞാൻ അവിടേക്ക് വരാം എന്നൊന്നും ആരും പറയുന്നില്ല. ശ്രീ പത്മനാഭ സേവാ സമിതി അതിന്റെ പ്രോട്ടോകോൾ അനുസരിച്ച് സെനറ്റ് ഹാളിന്റെ അധികൃതരെ സമീപിക്കുന്നു, അതനുസരിച്ചുള്ള തുക കൈമാറുന്നു, നേരത്തെ മുൻകൂർ അനുമതി വാങ്ങിക്കുന്നു, വിശിഷ്ട അതിഥികളെയൊക്കെ ക്ഷണിക്കുന്നു. കൃത്യമായ നടത്തിപ്പുമായിട്ടാണ് മുന്നോട്ട് പോയത്. അതുപോലെ സർവകലാശാല നൽകുന്ന വ്യവസ്ഥകളിൽ ഒപ്പിട്ടും നൽകിയിട്ടുണ്ട്. ഒപ്പിട്ടും നൽകിയിട്ടുണ്ട്. കാരണം അവിടെ മതപരമായ ഒരു ചടങ്ങുമില്ല. അവിടെ ശ്രീ പത്മനാഭ സേവാ സമിതിക്ക് ധൈര്യപൂർവ്വം ഒപ്പിടാം. കാരണം അവിടെ മതപരമായ ചടങ്ങല്ല നടക്കുന്നത്, മതചിഹ്നങ്ങൾ ഉപയോഗിക്കുന്നില്ല. അതുകൊണ്ടാണ് അവർ അതിൽ അടിവരയിട്ട്. ഞാൻ അതുകൊണ്ടാണ് എന്റെ ചർച്ചയുടെ തുടക്കത്തിൽ തന്നെ അങ്ങോട്ട് ചോദിച്ചത്, ഏത് നിയമത്തിന്റെ പേരിലാണ് ഈ ചിത്രം ഇന്ത്യയിൽ അംഗീകരിക്കപ്പെട്ടുള്ളത്? ഏതെങ്കിലും ഒരു നിയമത്തിൽ ഏത് മതമാണ് ഈ ചിത്രം ഞങ്ങളുടേതാണ് എന്ന് വാദിക്കുന്നത്?
അല്ല, ഇത് ഹിന്ദുത്വ അജണ്ടയുടെ ഭാഗമാണ്. ഭാരതാംബയുടെ ചിത്രം RSS ഉപയോഗിക്കുന്നതാണ്. ഏത് നിയമപ്രകാരമാണ് ഭാരതാംബയുടെ ചിത്രം വിലക്കിയിട്ടുള്ളത്? അതുകൊണ്ട് എന്തിന് വിലക്കണം? ഇന്ന നിയമപ്രകാരം ഭാരതാംബയുടെ ചിത്രം അങ്ങേക്ക് ഭാരതാംബ എന്ന് പറഞ്ഞൊരു ചിത്രം വെച്ച് പൂജിക്കാനുള്ള അവകാശത്തെ ഞാനെന്തിന് നിഷേധിക്കണം? അങ്ങയുടെ അധികാരത്തെ ഞാനെന്തിന് നിഷേധിക്കണം? അങ്ങയുടെ സ്വകാര്യ പരിപാടിയിൽ അത് ചെയ്യാന്നേ. ശ്രീപത്മനാഭ സേവാ സമിതിക്ക് അത് വെക്കാൻ ഞാൻ താല്പര്യമുണ്ടാവും. ചോദിക്കട്ടെ, ഈ ഭാരതാംബ എന്ന് പറയുന്ന ചിത്രം തന്നെ എന്നാ വന്നേ? എന്നാ RSS ഇന്ത്യയുടെ ദേശീയ പതാക അംഗീകരിച്ചേ? RSS എന്നാ ദേശീയ പതാക അംഗീകരിച്ചേ? ത്രിവർണ്ണ പതാകയുമാണ് 47 ശേഷം വന്നത്. അത് ഭാരതാംബയുടെ പടം യുഗങ്ങൾക്ക് മുമ്പേ ഒരു യുഗങ്ങൾക്ക് മുമ്പിലും ഇല്ല. അഭിനന്ദനാഥ് ടാഗോറാണ് ആദ്യമായി ചിത്രം വരച്ചത്. അല്ലല്ല, അത് നിങ്ങൾ വരയ്ക്കുന്നത്, അത് വരച്ചതാണ്. ചിത്രകാരന്മാർ കൊടുത്തത് ഓരോ സമയത്ത് ചിത്രകാരനും പെയിന്റിങ്ങും ഒക്കെ കണ്ടുപിടിച്ചത് പിന്നീടാണ്. ഭാരതാംബ എന്നുള്ള സങ്കല്പം ഈ ഭാരതാംബ എന്ന് പറയുന്ന സങ്കല്പം യുഗങ്ങൾക്ക് മുമ്പിലൊന്നുമില്ല. ചുമ്മാ തെറ്റിദ്ധരിപ്പിക്കല്ലേ, നിങ്ങൾ ഇങ്ങനെ ചരിത്രത്തെ അപന്തർപ്പിക്കല്ലേ. ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ് ആദ്യമായി പറയുന്നത്. സങ്കല്പം എവിടെയാണ് നിങ്ങൾ പറയുന്നത്? ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ് ലോകത്ത് ആദ്യമായി ഭാരതാംബ എന്ന അഥർവവേദത്തിലെ പൃഥ്വി സൂക്തത്തിലാണ് ഭാരതാംബ എന്നുള്ള സങ്കല്പം പറയുന്നത്. ഈ അഥർവവേദമൊക്കെ ഒന്ന് മാറ്റി വെക്കുന്നേ. ഇതൊക്കെ വേദങ്ങളുടെ കാലഘട്ടം വേദങ്ങൾ നിഷിദ്ധമായിരിക്കാം. അതല്ല, വേദങ്ങൾ നിഷിദ്ധമായവരോട് പറഞ്ഞിട്ട് കാര്യമില്ല. അഥർവവേദത്തിലെ പൃഥ്വി സൂക്തത്തിലാണ് പറയുന്നത്. ശരി, ഇനിയിപ്പോ വേദകാലഘട്ടം മുതൽ ഇങ്ങനെ ഭാരതാംബയുടെ ചിത്രം ഉണ്ടായിരുന്നു എന്നൊന്നും പറഞ്ഞളയല്ലേ? അങ്ങനെയുള്ള മണ്ടത്തരം വിളിച്ചു പറഞ്ഞല്ലേ? ഞാനത് പറയും. അല്ല, ആ ചിത്രം വേദങ്ങളുടെ കാലഘട്ടത്തിലേ ഉണ്ടോ? ഏത് ആർക്കിയോളജി വകുപ്പിലാ അത് അങ്ങ് പറയുന്നേ? വേദങ്ങളുടെ കാലഘട്ടത്തിൽ ഈ ചിത്രം ഉണ്ടായിരുന്നെന്ന് ഏത് ആർക്കിയോളജി വകുപ്പിന്റെ റിപ്പോർട്ട് പ്രകാരം പറയുന്നത്? ആ സങ്കല്പമാണ്. സങ്കല്പം വേദകാലത്ത് ചിത്രം ഉണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്, പ്രിയപ്പെട്ട ഇത് ആദ്യമായി ലോകത്താദ്യമായി നിങ്ങൾ RSS ഒന്നും അല്ലെന്നേ പറഞ്ഞത്. നിങ്ങളുടെ RSS ഒന്നും അല്ല പറഞ്ഞത്. ഇത് ആദ്യമായി പറഞ്ഞത് ബങ്കിം ചന്ദ്ര ചാറ്റർജിയും അതിനുശേഷം അഭിനന്ദനാഥ് ടാഗോർ വരച്ച ചിത്രവുമാണ്. RSS ഉണ്ടായത് 1925-ലാണ്. 100 വർഷം ആകുന്നതേ ഉള്ളൂ. 1912 മുതൽ ആണ് ഈ ഭാരതാംബ എന്ന സങ്കല്പം ഇന്ത്യയിൽ ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി ഉപയോഗിക്കപ്പെട്ടത്. അതല്ലാതെ നിങ്ങൾ അഥർവവേദ വേദകാലഘട്ടം മുതൽ ഈ അങ്ങയുടെ ഫ്രെയിം ഒന്ന് റൊട്ടേറ്റ് ചെയ്യണേ. അങ്ങയുടെ ഫോണിന്റെ ഫ്രെയിം ഒന്ന് റൊട്ടേറ്റ് ചെയ്യണം ശ്രീ ഗോപകുമാർ. ഓക്കെ. ഇതില് ഇത് നിങ്ങളുടെ പ്രശ്നം ഇതാണ്. നിങ്ങൾ ചരിത്രത്തിൽ ഇന്ത്യയുടെ ദേശീയ സ്വാതന്ത്ര്യ സമരത്തിലോ ഒന്നും ഉണ്ടാവാതിരുന്ന ആളുകളാണ് നിങ്ങൾ. നിങ്ങൾക്കിപ്പോ ചരിത്രത്തെ അപനിർമ്മിക്കണം. അതിന് നിങ്ങൾ വേദകാലഘട്ടം മുതൽ ഇങ്ങനെ കൂട്ടുപിടിക്കുകയാണ്. ഹസ്കർ, നമ്മൾ ചരിത്രത്തെക്കുറിച്ച് പറയുന്നതോടൊപ്പം തന്നെ ഈ ഭാരതാംബയുടെ ചിത്രം ഒരു മതചിഹ്നമാണ് എന്നാണല്ലോ രജിസ്ട്രാർ നൽകിയ വിശദീകരണം എന്ന് പറയുന്നത്. അതാണ് ആവർത്തിച്ച് ചോദിക്കുന്നത്. പൊതുസമൂഹവും അതെ VCയുടെ റിപ്പോർട്ടിന്മേലും അത് ഏതു മതത്തിന്റെ ചിഹ്നമാണ് എന്നുള്ളത് ദേശീയ പ്രസ്ഥാനത്തോട് ചേർന്ന് നിൽക്കുന്ന RSS ആണ് ഉയർത്തിക്കാട്ടുന്നത് എന്ന് പറയുമ്പോൾ എവിടെയെങ്കിലും ഭാരതാംബ ഉയർത്തിക്കാട്ടുന്ന കൊടി ഇന്ന മതത്തിൻ്റെതാണ് എന്ന് ആരെങ്കിലും എവിടെയെങ്കിലും അവകാശവാദം ഉന്നയിക്കുന്നുണ്ടോ?